അപ്പൊ നമ്മുടെ ശ്രീകുമാരി രാമൻ തുടങ്ങിയ അവസാനിപ്പിച്ചിടന്ന് ഞാൻ തുടങ്ങുക. അത് ഈ ശരിക്കും അങ്ങനെ ഒരു സമൂഹം എങ്ങനെ കാണും? അങ്ങനെ ഒരു പേടിയെല്ലാം ശോഭിച്ചിട്ടുണ്ടോ? എന്റെ കാര്യം നേരെ തിരിച്ചാണ്. ആ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിലെ സ്ഥിതി വേറെ, വിധവകളെ മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായമുള്ള സ്ഥലമാണ്. ആ മംഗളകർമ്മത്തിലൊന്നും പങ്കെടുപ്പിക്കില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നുണ്ട്. ശരി, അവിടെ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവർ വലിയൊരു അപശകുനമായിട്ട് കണക്കാക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെ സംഭവിച്ച സമയത്ത് അതുവരെയും നമ്മളെ ശിവനും പാർവതിയോട്ട് കണ്ടവര് ഒരു ദിവസം ശിവനങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് പാർവതിയെ പിന്നെ ഒറ്റപ്പെടുത്തും. പാർവതിയുടെ പടം പോകും അല്ലേ? പിന്നീട് അശുഭകരമായ സാന്നിധ്യമായിട്ടാണോ നമ്മളൊക്കെ അവിടെ ഇറങ്ങി? തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നു. ശരിക്കും അവിടെ ആയതുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതിന് തടസ്സമുണ്ടോ? ക്ഷേത്രത്തിനും തടസ്സമുണ്ട്. ക്ഷേത്രത്തിലാണ് നമുക്ക് അപമാനം ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാല് ഈ വിധവ എന്നുള്ള സംബോധന അത് തന്നെ ഏറ്റവും ഒരു ഇൻസൾട്ടിങ് ആണ്. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ തനിയല്ലേ വരുന്നത്. നടുവിലാണല്ലോ ഒരാൾ വന്ന് ചേരുന്നത്, നടുവിൽ ഒരാൾ പോകുന്നു. പിന്നെ എങ്ങനെയാണ് അതിനെ പിന്നെ ഒറ്റപ്പെടുത്തതും തനിയപ്പെട്ടതും? ആദ്യം ഒറ്റ ആയിരുന്നില്ലേ, നടുവിൽ വന്ന് നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും? തീർച്ചയായിട്ടും അങ്ങനെ പേര് വിളിക്കേണ്ട കാര്യം ശരിക്കും അതൊരു ആത്മവിശ്വാസം കുറയ്ക്കുന്ന കാര്യമാണ്. ഒരു വിധവ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു ഇൻസൾട്ടിങ് ഫീൽ ചെയ്യണം. കടന്നു പോയിട്ട് എത്ര കാലമായി? 21 വർഷമായി. എനിക്ക് തോന്നുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല 21 വർഷമായി. അപ്പൊ ഈ മാഷായിരുന്നു താരം, പക്ഷേ റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങിക്കാൻ പോകുന്ന പരിചയം മാഷിനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം എങ്ങനെയാ ഫീൽ ചെയ്ത്? വളരെ ശൂന്യതയായിരുന്നു. കാരണം ടോട്ടലി ഡിപ്പെൻഡന്റ് ആയിരുന്നു. മാഷ് തന്നെയായിരുന്നു ലൈഫ്, ജീവിതം. വരുമാന മാർഗവും മാഷ് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു, എല്ലാം അതായിരുന്നു. മക്കളൊക്കെ വളർന്നതിന് ശേഷം അത് തന്നെയായിരുന്നു, അത് തന്നെയായിരുന്നു, എല്ലാം അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മാഷിന്റെ വേർപാട് വല്ലാത്ത ഒരു ശൂന്യത ഉണ്ടാക്കി. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള അദ്ദേഹത്തെ ഇല്ലായ്മയും പിന്നെ സമൂഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടും. ഞാൻ 1 വർഷത്തോളം വീട്ടിലിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ ഭയങ്കര ആശ്ചര്യമാണ്. 1 കൊല്ലം ഞാൻ വീട്ടിനകത്ത് തന്നെ ഇരുന്നു. എനിക്ക് ഭയമായിരുന്നു പുറത്തിറങ്ങാനുള്ള. ഈ ആൾക്കാരെന്റെ എന്തെങ്കിലും പറയോ, എന്നെ ഇങ്ങനെ കണ്ടാൽ അപശകനൊന്നും പറയോ. തമിഴ്നാട്ടിലായിരുന്നല്ലോ, അതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ അത്രയൊന്നും ഇല്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ല, അത്രയൊന്നും ഇല്ല. മാഷുള്ള സമയത്ത് നമ്മൾ എല്ലാത്തിനും കൂട്ടും. സുമംഗലി എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, സുമംഗലി എന്നുള്ളത് അവൻ ഒരുമിച്ച് ചേർക്കും. പക്ഷെ പിന്നെ നമ്മൾ അമംഗലിയായി. അതുകൊണ്ട് ഒരു മംഗളകർമ്മത്തിനും ചേർക്കാതെ മാറ്റി നിർത്തും. ഒന്നിനെ വിളിക്കില്ല, ഒന്നും നമ്മൾ പോവില്ല. സാധാരണ വിളിക്കില്ല. ഒരു നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിന് പോലും നമുക്ക് പങ്കെടുക്കാൻ പറ്റാൻ സമ്മതിക്കില്ല. അതുപോലത്തെ ഒരു ഇതാണ്. അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് അത് വന്നിട്ട്. ശരി, അങ്ങനെയുള്ളതിൽ എനിക്ക് ആദ്യം ഉണ്ടായ ഒരു സംഭവം തന്നെ ഒരു ക്ഷേത്രത്തിൽ ഞങ്ങൾ സ്ഥിരം പോകുന്ന ശിവക്ഷേത്രം. ഞാൻ രവിയേട്ടൻ എപ്പോഴും പോകുന്ന ക്ഷേത്രമാണ്. 16-ന്റെ അന്ന് ഒരു ചടങ്ങ്, എന്തോ തമിഴ്നാട്ടായിട്ട് ഒരു ചടങ്ങുണ്ട് ഈ മരിച്ചു കഴിഞ്ഞിട്ട്. എൻ്റെ മക്കൾ എന്നെ കൊണ്ട് അവിടെ ചെന്നപ്പം അവിടുത്തെ പൂജാരി സാധാരണ അവിടെ ഈ പൊട്ടും പൂവാണല്ലോ, കുങ്കുമം വളരെ മുഖ്യമാണ്. അത് മാഷിന് ഭയങ്കര നിർബന്ധം, ആ കുങ്കുമം വയ്ക്കണോ എന്നുള്ള കാര്യം. അവിടെ ചെന്നപ്പം മാഷ് പോയതിനു ശേഷം പോയി കഴിയുമ്പോൾ ഈ പൂജാരി കുങ്കുമം എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് എന്നെ കണ്ടതും പെട്ടെന്ന് അങ്ങ് തിരിച്ചെടുത്തു. അതൊരു വല്ലാത്ത ഷോക്കാണ്. കാരണം നമ്മളല്ലല്ലോ കുറ്റക്കാർ, നമ്മൾ വിധവയായതിന് ആണോ? ഒരിക്കലും അല്ല. എന്തെങ്കിലും ചിട്ടാണ്. പിന്നെ എന്തിനാ നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്? അതൊരു വല്ലാത്ത തെറ്റല്ലേ സമൂഹം ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ശരിക്കും പറയുകയാണ്. ശരി, ഇപ്പം പങ്കാളി നഷ്ടപ്പെട്ടവർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു വാക്ക്. കാരണം ഒരു പങ്കാളികളാണ്, ചേർന്നവരാണ്. എന്നിട്ട് ശീർഷകം തന്നെ ശരി സംസാരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി നോക്കാം, കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് മാറ്റിക്കളയാം. അപ്പൊ ഈ കേരളത്തിലേക്ക് വന്നപ്പോ എങ്ങനെയാ ഈ മാറ്റം? കേരളത്തിൽ നമ്മൾ അങ്ങനൊന്നും ആരും പ്രത്യേകിച്ച് മാറ്റി നിർത്തില്ല, എവിടെയും മാറ്റി നിർത്തില്ല. എനിക്കുണ്ടായ ഒരു സംഭവം, ഇന്നൊരു സംഭവം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മകൻ കല്യാണം കഴിച്ചത് ഒരു കൊങ്ങണി ബ്രാഹ്മണാണ്. ഞാനാണ് കല്യാണം നടത്തി വെച്ചത്. മാഷ് പോയതിനു ശേഷം ഈ 2012 കല്യാണം നടത്തി വെച്ചത്. അവിടെ എന്നെ മാറ്റി എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ വീട്ടുകാര് ആദ്യം നമ്മളെല്ലാം പറഞ്ഞു, എല്ലാം അറിയും, എല്ലാം ചെയ്യുകയാണ്. പക്ഷെ വേദിയില് അവരുടെ കാരണവന്മാര് വന്നിട്ട് അയ്യോ അത് ശരിയാവില്ല എന്നെ. പക്ഷെ എന്റെ മകൻ പറഞ്ഞു, അമ്മയാണ് കല്യാണം നടത്തി വെക്കുന്നത്, എന്റെ അമ്മയോട് ഉണ്ടെങ്കിലും ഞാൻ താലി കെട്ടുന്നുള്ളൂ എന്ന് മകൻ ബോർഡായിട്ട് പറഞ്ഞത്. കാരണം അപ്പൊ ഇന്നും ആ കാഴ്ചപ്പാട് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്. കേരളത്തിൽ അങ്ങനെ നടക്കില്ല. കേരളത്തിലൊന്നും പ്രശ്നമില്ല.